കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോളോ ലെവലിങ്ങിൻ്റെ സീസൺ 4 അഥവാ മാൻഹുവിൻ്റെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 119 മുതൽ 121 വരെയാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും എൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാണ്, പ്രത്യേകിച്ച് നമ്മുടെ സോളോ ലെവലിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ നാളെ നമുക്ക് വീഡിയോ ഇടാൻ സാധിക്കുന്നതല്ല. കാര്യം പറ്റുന്നില്ല, ചെറിയൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നിട്ടുണ്ട്. എനിക്ക് എന്തായാലും അവിടെ പോകാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു സംഭവം ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. അതെന്തായാലും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, പിന്നെ നിങ്ങളുടെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും മാറ്റം വരുത്തണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാനും മറക്കണ്ട. പിന്നെ ഒരു കാര്യം, സോളോ ലെവലിൽ മാത്രമല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. വൺ പീസിന്റെ കറന്റ് ഏറായിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് ലോന്റെ സീസൺ 5 കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ട്. കാര്യം അതെന്തായാലും ഉടനെ നിന്ന് ആനിമി വരാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഡീമസ്ലിന്റെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ആർക്ക് ഇതുപോലെ പല മാംഗസും നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫാമിലിയുടെയും വാട്സ്ആപ്പ് ഫാമിലിയുടെ എല്ലാ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇൻസ്റ്റാഗ്രാം ഇതൊരു ഫോളോ ചെയ്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക. വാട്സാപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ജോയിൻ ചെയ്തേക്കുക. സോ നിങ്ങൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗിന്റെ സീസൺ 4 അഥവാ സോളോ ലെവലിംഗ് മാൻഹുയുടെ ചാപ്റ്റർ 119 മുതൽ 121 വരെയാണ്. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ജിൻവുവിന്റെ 2 ഓർക്സ് ഉണ്ടല്ലോ, അത് അവിടെ ഉണ്ടായിരുന്ന ഓർക്കിനെ കംപ്ലീറ്റ്ലി വെട്ടിമുറിച്ച് കളയുന്നുണ്ട്. അതേസമയം മറ്റൊരു ഓർക്ക് 2 ഓർക്സിനെ ഒരേ സമയം സൈമൾട്ടേനിയസിൽ തന്നെ എടുത്ത് നിലത്തേക്ക് അടിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ 3 ഓർക്സിനെ ജിൻവുവിന്റെ ആർമി ഓവർ പവർ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് ബാക്കിയുള്ള പിള്ളേരൊക്കെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. കാര്യം ഈ മോൺസ്റ്റേഴ്സ് ഒക്കെ അവർ രക്ഷിക്കണമെന്നാണ് അവരിങ്ങനെ ആലോചിക്കുന്നത്. നമ്മുടെ ജിൻവു അവിടെ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിന അവിടെ നടക്കാൻ പോകുന്നിടത്താണ് അവിടെ ഉണ്ടായിരുന്ന ഓർക്ക് അവളെ തടയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഇനിയും ആൾക്കാർ വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കുറച്ചധികം ഓർക്സ് അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് ആ ഗേറ്റിന്റെ അകത്തെ കുറച്ച് കാര്യങ്ങളാണ്. അവിടെ ഒരു കസയുടെ അടുത്ത് ഒരു ഓർക്ക് ഇരിപ്പുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഞാനാണ് ഗ്രോക്ടർ, റെഡ് ബ്ലേഡ് ട്രൈബിലെ ചീഫാണ് ഞാൻ. ആർക്കും തന്നെ എന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. ഗ്രോക്ടർ താഴത്ത് കുറച്ചധികം ഹ്യൂമൻസിനെ കുറച്ച് ഹൈ ലെവൽ ഓക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈ ലെവൽ ഓക്സോ, അവരെന്തിനാണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നത്? അവരെത്ര പേരുണ്ട്? 3 പേരേ ഉള്ളൂ. 3 പേരേ ഉള്ളോ? എന്നിട്ടൊന്നും നിനക്ക് ഇതുവരെ അവന്മാരൊന്ന് തൊടാൻ പോലും സാധിച്ചില്ല നായകളെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ അവന്റെ വാൾ എടുത്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങുവാണ്. എല്ലാത്തിനും വെട്ടിമുറിച്ച് കൊല്ലാൻ സമയമായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രോക്ടർ അവിടുന്ന് ഇറങ്ങുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിൻവു ഉണ്ടായിരുന്ന ആ ഒരു ഡഞ്ചനിലെ അതിൻ്റെ അകത്തെ കുറച്ച് ഇൻസിഡൻസ് ആണ്. എല്ലാവരും തന്നെ പേടിച്ച് പറിച്ചിരിക്കുവാണ്. കാര്യം മറ്റൊന്നുമില്ല, നമ്മുടെ ജിൻവുവിന്റെ സമൺസിന് ഇവരോട് എങ്ങനെ ദേഷ്യം തോന്നിയില്ലെന്നാണ് അവരാലോചിച്ച് കൂട്ടുന്നത്. അതേസമയം നമ്മുടെ ബോസ് ആലോചിക്കുന്നുണ്ട്, എന്തായാലും നമുക്കിനി പിന്മാറാൻ സാധിക്കത്തില്ല. ഇനി എങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഗിൽഡിന്റെ പേരിനെ തന്നെ ബാധിക്കും. അല്ല, നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഇവർ സമൺ സ്പീസ് അല്ലേ, ഇവരെന്തായാലും നമ്മളെ അറ്റാക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പെട്ടെന്ന് ബിർ അവന്റെ ഫ്രണ്ടിലേക്ക് വരികയും അവൻ പേടിച്ച് വിറച്ചു പോവുകയും ചെയ്യും. ഉള്ള ധൈര്യം കൊണ്ട് പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് നമുക്കെങ്കിൽ പോകാമെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിർ അവിടെ നിന്ന് അനങ്ങത്തില്ല. അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നമുക്കെങ്കിൽ പോയാലൊന്ന് താഴ്മയിടാനാണ് വീണ്ടും ചോദിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ ബെറു ഓടുന്ന് പോകുവാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ ബെറു അവന്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇതവൻ കാണാൻ നിർത്തതിനെ പേടിച്ച് താഴത്തേക്ക് വീഴുന്നുണ്ട്. എന്തോ ഒരു സാധനം അവന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടിട്ട് ബെറു അവിടെ തന്നെ കുറച്ചു നേരം നിന്നിട്ട് തിരിച്ചു നോക്കി തിരിഞ്ഞങ്ങനെ നടന്നു പോകുവാണ്. ഇതേ സമയത്ത് ബാക്കിയുള്ളവർ നമ്മുടെ ബോസിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. ബോസ്, താങ്കൾക്ക് എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും അവൻ എന്തുവാണ് കൊണ്ടുവന്നത് നമുക്കൊന്ന് നോക്കിക്കളയെന്ന് പറഞ്ഞുകൊണ്ട് അവർ നോക്കാൻ നിർത്ത് എല്ലാവരും ഞെട്ടിപ്പോവും. കാര്യം അതൊരു ഡെഡ് നൈറ്റിന്റെ തലയായിരുന്നു. ഈ സാധനത്തിന് ഭയങ്കരധികം വിലയുണ്ട് പുറത്ത്. കുമാരി എത്ര സ്ട്രോങ് ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിന് പുറത്ത് എസൻ സ്റ്റോണിനെക്കാളും വിലയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇനി എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവനെ ഒറ്റക്കാക്കിയിട്ട് ബാക്കി എല്ലാവരും ബെറുവിന്റെ പുറകെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിനുവിന്റെ ഷാഡോ ആണ്. അവന്റെ കൈ മുറിഞ്ഞ് അവൻ നേരെ താഴത്തേക്ക് വീഴുവാണ്. കാര്യം ഗ്രോക്ടർ അവിടേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഗ്രോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് കാറിക്കൊണ്ടിരിക്കുവാണ്. ഒരു ഓർക്കിന്റെ ശരീരത്തുള്ള ടാറ്റൂസ് അവൻ ജയിച്ച യുദ്ധങ്ങളുടെ അടയാളമാണ്. അവൻ കൊന്ന എതിരാളികളുടെ എണ്ണമാണ്. എനിക്കറിയാം നീ നിന്റെ ജീവിതകാലത്തിൽ കുറേയധികം ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഇത്രയേ നിനക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എനിക്കറിയാം ഹൈ ലെവൽ ഓർക്സ് നിനക്ക് ഈ ഒരു ഫൈറ്റ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമെന്ന്. സോ ആക്കിക്കൂടെ? എന്നിട്ട് നമ്മുടെ ഡോക്ടർ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ജിൻവിന്റെ മറ്റൊരു ഷാഡോ വന്ന് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ബ്ലോക്ക് കുറച്ച് നേരത്തേക്ക് മാത്രമല്ലായിരുന്നു. ഒന്നുകൂടെ ആഞ്ഞു വീശിയപ്പോൾ ആ ഒരു ഷാഡോ പൂർണ്ണമായിട്ട് നശിച്ചു പോയി. ജിൻവിന്റെ ഷാഡോ ആയതുകൊണ്ട് തന്നെ അവൻ വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, സോ നീയൊക്കെ ഏതൊരു സ്പെല്ലിന്റെ അണ്ടറിലാണല്ലോ ഉള്ളത്.
അതെന്തായാലും എനിക്ക് വിഷയമൊന്നുമില്ല, എത്ര തവണ വേണമെങ്കിലും എനിക്ക് നിന്നെയൊക്കെ കൊല്ലാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ സ്ലൈസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ തലയായിട്ട് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എന്താണെന്നറിയുമില്ല, മനുഷ്യരെ കൊല്ലാൻ മാത്രമേ എൻ്റെ തലേൻ്റെ അകത്ത് മുഴങ്ങുന്നുള്ളൂ. ഏതോ ഹൈ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സ്പെല്ലാണ് ഇവരെല്ലാവരും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്പെല്ല് കാസ്റ്റ് ചെയ്ത ആളെ വേണം എനിക്ക് ആദ്യം കൊല്ലാൻ. പെട്ടെന്നായിരുന്നു നമ്മുടെ ജിനെ നമ്മുടെ ഡോക്ടറെ ശ്രദ്ധിക്കുന്നത്. അവൻ പറയുന്നുണ്ട് ആ പെണ്ണ്, അവളെ വേണം ആദ്യം പിടിക്കാൻ. ജിനുവിന്റെ ഷാഡോസ് ഭയങ്കരധികം പവർഫുൾ ആണെങ്കിൽ കൂടി അവർ റീജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഭയങ്കര വീക്കർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൂവ്മെന്റ്സ് കുറച്ച് നേരത്തേക്ക് ഒന്ന് പിടിച്ചു വെക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്താൽ മാത്രം മതി. ഇത് മനസ്സിലാക്കിയ ഓക്സ് അവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അറ്റാക്കും ചെയ്ത് അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. സോ നീയാണല്ലേ ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ നേരെ എടുത്ത് പൊക്കി പിടിച്ചിരിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്റെ മേലിൽ നിന്ന് മാജിക്കൽ പവേഴ്സ് സെൻസ് ചെയ്യാൻ സാധിക്കുന്നു, പക്ഷെ അധികം നേരമില്ല, ചാകെന്നും പറഞ്ഞിട്ടുണ്ട് അവളെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങാൻ നേരത്താണ് ദൂരത്തുനിന്ന് എന്തോ വരുന്ന പോലെ അവൻ സെൻസ് ചെയ്യുന്നത്. വളരെ വേഗത്തിൽ തന്നെയാണ് ആ സാധനം അവന്റെ അടുത്തേക്ക് വരുന്നതെന്ന് അവന് മനസ്സിലായി. പേടിച്ച് വരച്ച് അവന്റെ കൈകൾ വിറച്ചുകൊണ്ട് ജിന്നെ നേരെ താഴത്തേക്ക് ഇടുന്നുണ്ട്. പെട്ടെന്ന് ഒരു ശബ്ദവും കേൾക്കാം, എന്തോന്ന് കാറുന്ന പോലെ. അത് മറ്റൊന്നുമല്ലായിരുന്നു, നമ്മുടെ കൈസിലെ കാറായിരുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ പല്ലുകൾ, അതായത് നമ്മുടെ ഡോക്ടറിന്റെ പല്ലുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങും. അവൻ പേടിച്ച് വിറച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തോ വരുന്നുണ്ട്, എന്തോ അപകടമായ എന്തോ തന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കൂടെ ഉള്ളവരുടെ അടുക്കെ പെട്ടെന്ന് തന്നെ റിട്രീറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ആ സെക്കൻഡിൽ തന്നെ അവിടെ ഒരു വലിയൊരു സ്ഫോടനം ഉണ്ടായി. അവൻ ബാക്കിലേക്ക് ചാടുന്നുണ്ട്. നമ്മുടെ ജിനയ്ക്കാട്ടെ ചുമ കാരണം ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു കൈ വന്ന് അവളുടെ തലയിൽ പതുക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ജിന പേടിക്കണ്ട, നീ സേഫാണ്. ഇതേ സമയത്ത് നമ്മുടെ ഡോക്ടറാട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലെ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിൻവുവിനാണ്. കൈസലുമായിട്ട് ജിൻവു അവിടേക്ക് വന്നിട്ടുണ്ട്. ഞാനാണ് ഡോക്ടർ, റെഡ് പ്ലേറ്റ് ട്രൈബിലെ ചീഫാണെന്ന് പറയുന്നിടത്ത് നമ്മുടെ ജിൻവു തൻ്റെ കൈകൾ പതുക്കെ ഒന്ന് ഉയർത്തിയിട്ട് പറയുന്നുണ്ട് നീ മിണ്ടിപ്പോകരുത്, അവിടെ തന്നെ നിന്നോ, ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അവളാട്ടെ നമ്മുടെ ജിനുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിർത്താതെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിനു പതുക്കെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ പേടിക്കണ്ട, ഞാൻ വന്നില്ലേ, ഞാൻ കുറച്ച് ലേറ്റ് ആയെന്നറിയാം, പക്ഷേ ഇനി നീ സേഫ് ആയിരിക്കും. ബാക്കിയുള്ള പിള്ളേരുടെ അടുക്കലും ജിനു സേഫ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സോങ് ഉണ്ടല്ലോ, അവളുടെ അടുക്കലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ സേഫ് ആണോ എന്ന്. ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് എന്തൊരു മാറ്റം സെൻസ് ചെയ്യാൻ സാധിച്ചു. ജിൻവു കുറച്ചുകൂടെ പേടിപ്പെടുത്തുന്നതായിട്ട് മാറിയിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു നമ്മുടെ ഡോക്ടറെ കാണാൻ ജിനയുടെ മുഖത്തുണ്ടായ ആ ഒരു പാടവും ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതും ജിൻവുവിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇഗ്രിസിനെ വിളിക്കുന്നുണ്ട്. ഇഗ്രിസ്, തൽക്കാലം നീ ജിന്നിനെ ഒന്ന് നോക്കണം. ജിന്നിനെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ പിള്ളേരെയും അവരാദ്യം തന്നെ താഴത്തേക്ക് എത്തിക്കുക, സേഫ് ആയിട്ട് തന്നെ. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡോർക്ക് ചെറുതായിട്ടൊന്ന് ചലിക്കുന്നുണ്ട്. അപ്പം തന്നെ ജിന്നു പറയുന്നുണ്ട് നിന്നടക്കം ഞാൻ ഒരു തവണ പറഞ്ഞ് അനങ്ങി പോകരുതെന്ന്. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള ഷാഡോസും കൈസലൊക്കെ കൂടി ബാക്കിയുള്ള പിള്ളേരെ എല്ലാവരും സേഫ് ആയിട്ട് തന്നെ താഴത്തേക്ക് എത്തിക്കുന്നുണ്ട്. സോ ഞാൻ കണ്ട ആ ഇമ്മോർട്ടലായിട്ടുള്ള ഓക്സ് താങ്കളുടെ ആണല്ലേ, നീ ആരാണ്, നിനക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ലാംഗ്വേജ് അറിയാവുന്നത്? പക്ഷേ ഉത്തരവൊന്നും ജിൻവു കൊടുക്കുന്നില്ല. ഇവനെന്തായാലും ഉത്തരം പറയുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പോയാൽ അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ അവൻ പറയുന്നുണ്ട്. ഇത് കേട്ടതും പെട്ടെന്ന് ഓർക്ക് നമ്മുടെ ജിനുവിനെ നേരെ ഓടി എടുക്കുന്നുണ്ട്. അവൻ ജിനുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ജിനുവ് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിക്കും. എന്നിട്ട് അവൻ്റെ വിരലുകൾ ഒടിക്കും. ഈ ഒരു വേദന കാരണം ആ ഒരു ഓർക്ക് കിടന്ന് ഒച്ചത്തിൽ കാറന്നിട്ട് ജിൻവു അവനെ പൊക്കി താഴത്തേക്ക് അടിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കാല് പൊക്കി ആ ഒരു ഓർക്കിന്റെ തല തന്നെ ചവിട്ടി പൊട്ടിച്ച് കളയും. ഇതേ സമയത്ത് രണ്ട് ഓർക്സ് അവൻ്റെ നേരെ ഓടി വരുന്നുണ്ടായിരുന്നെങ്കിൽ കൂടിയും പെട്ടെന്ന് അവൻ്റെ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് ആ രണ്ട് ഓർക്കിനെ പെട്ടെന്ന് തന്നെ അടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ അമക്കുന്നുണ്ട്. അതായത് ചെറിയൊരു പന്ത് കഷ്ടം പോലെ അത്രയും വലിയ ഓർക്കിനെ ചെറിയൊരു മീറ്റ് ബോളിന്റെ കഷ്ടം പോലെ ഞെരുക്കിക്കളയും. അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ മരിച്ചു പോവുകയും ചെയ്യും. ജിൻവു കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ ഓർക്സും പെട്ടെന്ന് തന്നെ ജിൻവുവിൻ്റെ അടുത്തേക്ക് ഓടി നടക്കുന്നുണ്ട്. ജിൻവു അങ്ങോട്ട് പോകുന്നിടത്ത് ഓരോ ഓർക്സിന് ഓരോരോ പ്രശ്നങ്ങൾ പറ്റുവാണ്. ഒരെണ്ണത്തിന്റെ തലയില്ല, ഒരെണ്ണത്തിന്റെ കൈയില്ല, അങ്ങനെ എല്ലാ ഓക്സിനെ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ചോരയിൽ കൊളിച്ചിരിക്കുന്ന നമ്മുടെ ജിൻവുവിന്റെ കൈ കാണിച്ചു കഴിഞ്ഞ് ജിൻവുവിനെയും കാണിക്കുന്നുണ്ട്. അവന്റെ ആ ഒരു പ്രസൻസ് തന്നെ അടിപൊളിയാണ്. അവന്റെ പുറകിലായിട്ട് ഇഷ്ടംപോലെ ഓക്സ് അവനെ അറ്റാക്ക് ചെയ്യാൻ വന്ന അത്രയും ഓക്സ് ജീവൻ പെടഞ്ഞ് പുറകിലേക്ക് വീഴുവാണ്. ഡോക്ടറിനെ നമ്മുടെ ജിനുവിനെ അറ്റാക്ക് ചെയ്യാൻ പോലും തോന്നില്ല. കാര്യം അവൻ പേടിച്ച് വിറച്ചു പോയി. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിനു അവന്റെ അടുത്തേക്ക് വന്ന് അവനെ പിടിച്ച് നേരെ പുറകിലേക്ക് ഒരു ഭിത്തിയിലേക്ക് ഇടിച്ചു നിർത്തുന്നുണ്ട്. അപ്പോഴാണ് ജിനു ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ അപ്പുറത്തും ഇപ്പുറത്തും തൊട്ട് കുറെ അധികം പിള്ളേർ മരിച്ചു കിടക്കുന്നത്. അവൻ ചോദിക്കുന്നുണ്ട് നിനക്കൊക്കെ ഇത്ര ദേഷ്യം എന്താടാ, മനുഷ്യരെ കൊല്ലാൻ നിനക്കൊക്കെ ഇത്ര ദേഷ്യം എന്താണോന്ന് വെച്ചിട്ടല്ല. ഒരു വോയിസ് വീണ്ടും വീണ്ടും തലയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ കൊല്ലാനായിട്ട്. എങ്കിൽ പറയടാ, എന്നെ കണ്ടിട്ട് നിനക്കൊക്കെ എന്താണ് തോന്നുന്നത്? ഇതാടാ എന്നെ കാണാൻ നിർത്തും, നിന്റെ ഒന്നും തലയിൽ ആ ശബ്ദം കേൾക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജിനുവിന്റെ പ്രസൻസ് തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ അത്രയും ഓപ്പിയുള്ള അത്ര ഒരു ട്രൈബിന്റെ ചീഫായുള്ള ഡോക്ടർ കിടന്ന് കരയാൻ തുടങ്ങും. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നീയൊന്നും എന്നെ എന്തായാലും ഒരു മനുഷ്യനായിട്ടല്ല കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജിനു തന്റെ ഡാഗർ എടുത്തിട്ട് ആ ഒരു ഓർക്കിനെ കംപ്ലീറ്റ്ലി
വെട്ടിമുറിച്ച് കളയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നൈറ്റ് ഗിൽഡിലെ ആ ഒരു ഹീലറിനാണ്. അവളാട്ടെ ഒരു ആൻറ്റുമായിട്ട് കിടന്ന് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ആ ഒരു ആൻറ്റി ഒരു വാമ്പയറിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളാട്ടെ അതിനെ തിരിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ ഒരു വാമ്പയറിന് ഭയങ്കര വിലയുണ്ട് പുറത്ത്. എന്നാലുണ്ടല്ലോ ആ ഒരു ആൻറ്റി പിടിച്ച് ഇതിനെ വലിക്കാൻ നേരത്ത് അവളുടെ കൈ നൈസ് മുറിയെ അവനായിട്ട് ആ ഒരു വാമ്പയറിനെ പൂർണ്ണമായിട്ട് കഴിക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ബെറു അവിടേക്ക് വന്ന് ഇവനെ പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവളെ ഹീലും ചെയ്യുന്നുണ്ട്. അവളാകട്ടെ ആകെപ്പാട് നാണം കെട്ട് പോയൊരവസ്ഥയാണ്. കാര്യം ഒരു സമൺ ബീസ്റ്റ് അവളെക്കാട്ടി നന്നായിട്ട് ഹീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡോർ തുറക്കുകയാണ്. ആ ഡോറിൻ്റെ അകത്തായിട്ട് ഒരു ലിച്ചിനെ കാണാം. ആ ഒരു ലിച്ചി അവൻ്റെ ആർമിയായിട്ട് ബാക്കിയുള്ളവരും കാത്തിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ തന്നെ മനുഷ്യർ പറയുന്നുണ്ട്, കോപ്പ് ഒന്നാമത് ഒരു ആർച്ച് ലിച്ചി, അതിൻ്റെ കൂടെ തന്നെ 10ഓളം ഡെഡ് നൈറ്റ്സും ഉണ്ട്. ഇവന്മാരായിട്ട് ഭയങ്കരധികം ഡേഞ്ചറസ് ആണ്. അതായത് പണ്ട് ഒരു ഗോൾഡ് ഡ്രാഗൺ ഗിൽഡ് എന്ന് പറയുന്ന ഗിൽഡ് ഉണ്ടായിരുന്നു. ആ ഗിൽഡിലെ എല്ലാവരും മെമ്പേഴ്സിനെ, അതായത് ഓൾമോസ്റ്റ് എല്ലാ മെമ്പേഴ്സിനെ കൊന്നത് ഈ ഒരു ലിച്ചാണ്. കാര്യം അത്രയധികം പവർഫുൾ ആയ ഒരു ഡഞ്ചൻ ബോസ് ആണ് ഈ ഒരു ലിച്ച്. ഇത് സംഭവിച്ചത് അങ്ങ് ചൈനയിലുമാണ്. പക്ഷേ അന്ന് അവിടെ ലിയു സിംഗാങ് എന്ന് പറഞ്ഞ നാഷണൽ ലെവൽ ഹണ്ടർ കൊണ്ട് മാത്രമാണ് അന്നൊരു ഡഞ്ചൻ ബ്രേക്ക് ഉണ്ടാകാതെ അത്ര വലിയൊരു കാറ്റാസ്ട്രോഫിക് ഇവന്റ് തടയാൻ സാധിച്ചത്. പക്ഷേ ഇവിടെ ഇത്രയധികം എയർ റാങ്ക് ഹണ്ടേഴ്സ് ഉണ്ടായിട്ട് കൂടിയും ഈ ഒരു ബോസുമായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാലെന്ന് അവർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. പെട്ടെന്നായിരുന്നു അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവരുടെ പുറകിൽ കൂടെ കുറേയധികം അൺഡെഡ് ആയിട്ടുള്ള മോൺസ്റ്റേഴ്സും വരുന്നുണ്ട്. അവരായിട്ട് ആ ഡോർ ബ്ലോക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഡോർ ബ്ലോക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ അധികം നേരമൊന്നും പിടിച്ചു നിൽക്കാനും സാധിക്കത്തില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അവൾക്ക് അത് പിടിച്ച് നിർത്താനും സാധിക്കത്തുള്ളൂ. എന്നാൽ അവരെല്ലാവരും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആളെ പറ്റി മറന്നു വരുന്നു. ഇറ്റ്സ് നൺ അതർ ദാൻ അവർ ബെറു ആട്ടെ നൈസ് അവിടേക്ക് നടന്നു വരുന്നത് അവർ ആ ക്ലിച്ച് ചോദിക്കുന്നുണ്ട്, നീയൊക്കെ കിങ്ങിന്റെ ഷാഡോ ആർമിയല്ലേ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത്? അതോ എന്റെ കിങ് ഞങ്ങളെയാണ് ചൂസ് ചെയ്തത്, നിന്നെയല്ല, ഇമ്പോസിബിൾ, അങ്ങനെ വരാൻ ഒരിക്കലും വഴിയില്ല. എന്തായാലും കിങ് ആയിട്ട് എനിക്ക് നേരിട്ട് തന്നെ സംസാരിക്കണം. എന്നാൽ നെക്സ്റ്റ് സെക്കൻഡ് ബെറു ആയിട്ട് ആ ഒരു ആക്ലിച്ചിന്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. അവൻ എന്നിട്ട് ആക്ലിച്ചിന്റെ നെഞ്ചത്തേക്ക് തന്റെ കൈ കുത്തി ഇറക്കിയിട്ട് പറയുന്നുണ്ട്, മരിക്കാൻ പോകുന്നവൻ ഇങ്ങനെ നടന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അങ്ങനെ ആ ഒരു ലിച്ചുമായിട്ട് താഴത്തേക്ക് വീണ ബെറു അവന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഒരു സാധനം വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് അതിനങ്ങോട്ട് പൊട്ടിച്ച് കളയും ചെയ്യും. പൊട്ടിച്ചു കളഞ്ഞ അടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മോൺസ്റ്റേഴ്സും ബോധം കിട്ടി താഴത്തേക്ക് വീഴുവാണ്. ഒരു ഒറ്റ പഞ്ചിൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മോൺസ്റ്ററിനാണ് നമ്മുടെ ബെറു ഡിഫീറ്റ് ചെയ്തത്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. എന്നിട്ട് നമ്മുടെ ബെറു കിടന്ന് കാറുന്നുണ്ട്. ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു ഇവൻ ഇത്രയും സ്ട്രോങ്ങർ ആണെന്ന്, പക്ഷേ ഇത് കുറച്ച് അധികമായല്ലേ. ബോസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജിനുവിന് ഒരു ഗേറ്റിന്റെ അകത്ത് പോലും കയറേണ്ട കാര്യമില്ല. കാര്യം ഇവരങ്ങോട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവർ തന്നെ എല്ലാ പണിയും ചെയ്തോളും. അപ്പോൾ അവൻ ആലോചിക്കുന്നുണ്ട്, ശരിയാണ്, എന്നാലും ജിനുവിന് എല്ലാ മോൺസ്റ്റേഴ്സിനും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. മാനം നന്നായിട്ട് ഡിപ്ലീറ്റ് ആകില്ല. ചിലപ്പോൾ അതായിരിക്കും കാര്യം. ഇവർ എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ഇവരെ എല്ലാവരും അവൻ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എങ്കിലും പകുതി പേര് മതി. പകുതി പേരുണ്ടെങ്കിൽ മാത്രവും ഇപ്പോഴത്തെ മേജറായിട്ട് ഇരിക്കുന്ന പല ഗിൽഡിനെക്കാട്ടും സ്ട്രോങ്ങർ ആണ് ബോസ്. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഇനി ഒന്നും തന്നെ ലൂസ് ചെയ്യാനില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജിൻവുവിന്റെ ഗിൽഡ് അക്യൂർ ചെയ്യണം. അത് കേട്ടിട്ട് തന്നെ എന്താണ്ട് പോലെ തോന്നുന്നു. അലയൻസ് എന്ന് പറയാം. അലയൻസ് ഉണ്ടെങ്കിൽ എല്ലാം സെറ്റാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഗിൽഡും നമ്മുടെ സൺജിങ്ങിന്റെ ഗിൽഡും ഒരു അലയൻസ്, ഈ കൺട്രി തന്നെ അത് ആഘോഷിക്കും. പക്ഷേ ഞാൻ ചുമ്മാ പറഞ്ഞതായിരുന്നു, അതെങ്ങനെ സാധ്യമാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവൻ ഇനിയൊരു സാഹചര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിയമം എല്ലാവർക്കും ഒരേപോലെയാണുള്ളത്. എടാ അവൻ ഒറ്റൊരാളേ ഉള്ളൂ, സങ് ജിൻവു, അവൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ അവനോട്ടൊന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും നമ്മുടെ മെമ്പേഴ്സിനെ കിട്ടും. അതായത് ഒരു ഗേറ്റ് ക്ലിയർ ആകാൻ വേണ്ടിയുള്ള മെമ്പേഴ്സിനെ നമുക്ക് അവന് കൊടുക്കാൻ സാധിക്കും. റൂൾസിന്റെ ഫ്രണ്ട് എസ് റാങ്ക് എന്നില്ല, ഈ റാങ്ക് എന്നില്ല, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. സോ ഇത് നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് ഇത് തന്നെ ഇപ്പോൾ തന്നെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. നമ്മുടെ ലെവലും അവന്റെ ലെവലും ഒരേപോലെ ഉയരും. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് ആ പുറത്തെ ഗേറ്റിലെ കുറച്ച് കാര്യങ്ങളാണ്. അവിടെ ആയിട്ട് എല്ലാവരും കിടന്ന് കാര്യമാണ്. അവരുടെ മക്കളൊക്കെ മരിച്ചുപോയി. ആംബുലൻസും പോലീസുകാരും എല്ലാവരും അവിടെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ജിൻവു രക്ഷിച്ചവരല്ലാതെ മറ്റാരും തന്നെ ജീവനോടെ ഇപ്പില്ലായിരുന്നു. ഇതേ സമയത്ത് തന്നെ ജിൻവു ഒരു കാറിനകത്ത് പോകുന്നതാണ് കാണിക്കുന്നത്. മൊത്തം 213 പിള്ളേരാണ് രക്ഷപ്പെട്ടത്. 10 പേര് റൂഫിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ മരിച്ചു. സത്യം പറഞ്ഞാൽ ഞാനിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. റീസെന്റ് ആയിട്ട് ഈ ഗേറ്റ്സിന്റെ എണ്ണം നന്നായിട്ട് തന്നെ ഉയരുന്നുണ്ട്. ഞാൻ ഒരിക്കലും അത് ശ്രദ്ധിച്ചില്ല. കഴിഞ്ഞ 6 മാസമായിട്ട് അത്രത്തോളം ഉയരമാണ് ഈ ഗേറ്റ്സിനുണ്ടായത്. ചെയർമാൻ ആയിരുന്നു നമ്മുടെ ജിൻവുവിനെ വിളിക്കാൻ വേണ്ടി അന്ന് അവിടേക്ക് വന്നിരുന്നത്. ചെയർമാൻ വീണ്ടും പറയുന്നുണ്ട്, ജിൻവു ഇതെല്ലാം കണ്ടിട്ട് ഒരു ബാലൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേച്ചർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബാലൻസ്. ചെയർമാൻ, എനിക്കറിയാം താങ്കൾ ഇത് മാത്രം സംസാരിക്കാനല്ല ഇവിടേക്ക് വന്നതെന്ന്. അതുകൊണ്ട് എന്താണ് കാര്യം തെളിച്ചു പറ. ജിൻവു, ജപ്പാനിൽ നിന്ന്, USA നിന്ന്, ചൈന, റഷ്യ, ഫ്രാൻസ്, UK, ജർമ്മനി, ഇങ്ങനെ പല കൺട്രീസിൽ നിന്ന് കുറേ അധികം ആൾക്കാർക്ക് നിന്നെ കാണണമെന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഞങ്ങൾക്ക് തടയാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു കാര്യം ഞങ്ങൾക്ക് തടയാൻ സാധിക്കത്തില്ല. ഇത് നീ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. അവർ നിന്നെ വളരെ വലിയ വിലക്ക് തന്നെയാണ് വിളിക്കാൻ വേണ്ടി പോകുന്നതും. ഈ പറയുന്ന സമയത്ത് അവർ നമ്മുടെ ജിനുവിന്റെ സിസ്റ്ററിനെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ജിനു ഇറങ്ങാൻ നേരത്ത് ചെയർമാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്റെ പവർ വെച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ നിനക്ക് തരാനും തയ്യാറാണ് ജിൻവു. അതുകൊണ്ട് കഷ്ടമുണ്ട്. ഒരിക്കലും നീ കൊറിയയിൽ നിന്ന് പോകാൻ പാടില്ല. കൊറിയയിൽ ഓൾമോസ്റ്റ് 10 എസ് റാങ്ക് ഹണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 3 പേരെ നമുക്ക് നഷ്ടപ്പെട്ടു.
2 പേർ മരിക്കുകയുണ്ടായി, ഒരാൾ US പോവുകയും ചെയ്തു. അതുകൊണ്ട് താങ്കൾ ഇവിടെ നിൽക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും താങ്കൾ എന്നോട് പറഞ്ഞോളൂ, ഞാനതിൻ്റെ പവർ കൊണ്ട് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നീ പറയുന്നത് ഒരു ഗേറ്റിൽ കയറാനുള്ള മിനിമം കപ്പാസിറ്റി റിക്വയർമെന്റ് കുറക്കാനാണോ? അത് തന്നെ, അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഒരു ഡഞ്ചൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ തടയാൻ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. പെട്ടെന്നായിരുന്നു ചെയർമാന് ആ ഒരു കാര്യം മനസ്സിലായത്. ജിന്നു അവന്റെ ഗിൽഡ് ക്രിയേറ്റ് ചെയ്തത് തന്നെ ഈ ഒരു ലക്ഷ്യം കൊണ്ടായിരുന്നു. അത് പോസിബിൾ ആണെന്ന് നമ്മുടെ ജിന്നു ചോദിക്കാനുണ്ട്. ചെയർമാൻ പറയുന്നുണ്ട്, അത് കേട്ടിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുണ്ട്, പക്ഷെ അതൊരിക്കലും ഇമ്പോസിബിൾ അല്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം. പിന്നെ കാണിക്കുന്നത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അവിടെയായിട്ട് ഒരു പെങ്കുച്ചിന് ചെറിയൊരു കോള് വരുന്നുണ്ട്. എടി, എന്റെ ഗിൽഡ് ചേരാൻ താല്പര്യമുണ്ടോ? ഞങ്ങൾ എന്തായാലും നിന്നെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്റെ അച്ഛന്റെ ഗിൽഡിലെ അംബാസഡർ എന്ന് മാറി നീ എന്റെ ഗിൽഡിലാക്കി പോരി. ഇതെന്താണ് ഇത്ര പെട്ടെന്ന് നീ ഇങ്ങനെ വിളിച്ചത്? അത് മാത്രമല്ല, ജിന തിരിച്ച് കൊറിയയിലേക്ക് വരുന്ന കാര്യം നീ അറിഞ്ഞോ? ഓ, അതൊക്കെ ഞാൻ അറിഞ്ഞു. അവളെന്റെ സിസ്റ്റർ അല്ലേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ കാര്യം ഞങ്ങൾക്ക് എന്തായാലും ഒരു ഫൗണ്ടിങ് മെമ്പറിനെ കൂടെ വേണം. എന്തൊക്കെയാണ് നീ പറയുന്നത്? ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്തൊരു ഗിൽഡിൽ ഞാൻ ജോയിൻ ചെയ്യണമെന്നോ? നിന്നെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചതാണ്? പറ്റിച്ചതൊന്നുമല്ല, നീ നേരിട്ട് തന്നെ ഒന്ന് നോക്ക്, നിനക്ക് മനസ്സിലാകും അപ്പോൾ അതാരാണെന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിനുവിനാണ്. അവനവിടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ജിനുസാൻ, ഇതാണ് യു സോങ് ഹങ്. ഇതെന്റെ ഒരു കസിൻ സിസ്റ്ററാണ്. അവൾ ഒരു ആക്ട്രസുമാണ്, അതേപോലെ തന്നെ ഒരു A റാങ്ക് ഹണ്ടറുമാണ്. സത്യം പറഞ്ഞാൽ ജിനുവിനെ കാണുന്നത് അവൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ജിനു ഒക്കെ പറയുന്നുണ്ട്, നീ ഇന്ന് മണ്ടിയാണ്, നീയാണ് ഇവിടെ സെലിബ്രിറ്റി, അത് നീ മനസ്സിലാക്കാൻ നോക്കും. അങ്ങനെ അവർ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ ഗിൽഡ് കുറച്ചധികം വ്യത്യസ്തങ്ങളായിരിക്കും, പക്ഷെ അവൾ എന്തായാലും ഓക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അവസാനമാകുമ്പോൾ അവൾ ചെറിയൊരു റിക്വസ്റ്റ് വെക്കുന്നുണ്ട്, ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അവൾക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാനായിട്ടാണ് ആ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു റിക്വസ്റ്റും വെക്കുന്നത്. പിന്നെ വലിയൊരു ബഹളമാണ് കാണുന്നത്. അതായത് നമ്മുടെ ചെയർമാൻ്റെ ഒക്കെ എല്ലാവരും കിടന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഒരു മിനിമം കപ്പാസിറ്റി റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതൊരു ലോ ആണ്, എല്ലാവർക്കും വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ. നിർത്താതെ തന്നെ നമ്മുടെ ചെയർമാനെ എല്ലാവരും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം സങ് ജിനുവിന് വേണ്ടി മാത്രം ആ ഒരു ലോ മാറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്. കുറേ നേരം മിണ്ടാതിരുന്നതിന് ശേഷം അവസാനം സഹിയായിട്ട് നമ്മുടെ ചെയർമാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ 2 ചോയ്സ് ഉണ്ട്. ഒരു ചോയ്സ് എന്ന് പറയുന്നത് 20 A റാങ്ക് ഹണ്ടേഴ്സ് ഉള്ള ഒരു ചോയ്സാണ്. മറ്റേൻ്റെ അകത്ത് നമ്മുടെ സങ് ജിൻവു മാത്രമുള്ള ഒരു ചോയ്സ്. ഒരു ഡഞ്ചൻ ബ്രേക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആരെ വിടും? അത് ജിൻവു ആയിരിക്കും. കാര്യം അവൻ പവർഫുൾ ആണെന്ന് നമുക്കറിയാം, അവൻ എന്തുമാത്രം കേപ്പബിൾ ആണെന്ന് നമുക്കറിയാം. ഇതേപോലെ ഈ ലോകത്തിനും അവൻ്റെ ഒരു പ്രസൻസ് അറിയാം. അതുകൊണ്ട് ഈ ലോകത്തിലെ പല മുക്കിനും മൂലക്കെന്നും ഓരോ ഗിൽഡ് അവനെ റിക്രൂട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പേഴ്സണൽ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ കൂടിയും ഇത് പറയുന്നത് അത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല, നമുക്കാർക്കും വേണ്ടിയല്ല, കൊറിയയ്ക്ക് വേണ്ടിയാണ്. ഇനി കൊറിയയിൽ ഒരു വലിയൊരു S റാങ്ക് ഡഞ്ചൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് സങ് ജിൻവു ആണ്. അവന്റെ പേരാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ കാണിക്കുന്നത് അവർ നേരത്തെ എടുത്ത ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റില്ല. ഇത് കാണുന്നത് മറ്റാരുമില്ല, നമ്മുടെ ചാഹേ ഇനാണ്. അവളാട്ടെ ഇത് കണ്ടിക്കിടന്ന് വിറച്ചുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററോട് അവസാനിക്കുന്നത്. ഗൈസ്, എനിക്കറിയാം നിങ്ങളെല്ലാവരും നാളെ ഇറങ്ങാൻ പോകുന്ന വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തായാലും നാളെ നമുക്ക് വീഡിയോ ഇടാൻ സാധിക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ ഉണ്ട്, എനിക്ക് എന്തായാലും അവിടെ പോകാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരും സോറി പറയുവാണ്. നമുക്ക് എന്തായാലും ശനിയാഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.